ഒമാനിലെ നയതന്ത്ര കാര്യാലയങ്ങളിലും ഇന്ത്യൻ സ്കൂളുകളിലും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ കെങ്കേമമായാണ് നടന്നത്. അംബാസിഡർ GV ശ്രീനിവാസാണ് ഒമാനിലുള്ള ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഒമാനിലെ പ്രവാസി സമൂഹം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിലാണ് പ്രധാന പരിപാടികളെല്ലാം നടന്നത്. മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ പുലർച്ചെ 5:45 അംബാസിഡർ GV ശ്രീനിവാസ് ദേശീയ പതാക ഉയർത്തി. ഇന്ത്യൻ അംബാസിഡർ ഗാന്ധി പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. തുടർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം ഇന്ത്യൻ അംബാസിഡർ വായിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ഇന്ത്യൻ എംബസിയിലെത്തിയിരുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യക്ക് ആശംസകൾ നേർന്നു. സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യക്ക് തുടർച്ചയായ പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രസിഡന്റിന് അയച്ച സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു. So the cultural performance which you witnessed today, the entire exercise was started around 2 months, 1.5 months ago, where we reached out to each and every member of the community, and those who wanted to join and participate were called upon to present and be a part of the Independence Day celebrations. And as you saw that all the cultural performances were heartfelt, and this was a way of people of Indian community in Oman expressing themselves and joining themselves in the Independence Day celebration. So it was, of course, that genuineness and that heartfelt patriotic fervor was writ large on all the performances. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് 15th August 2025 ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. ഒമാൻ എന്ന രാജ്യത്തിൽ നമ്മൾ വന്ന് ഇന്ത്യക്കാരായി ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഒത്തിരി സന്തോഷം. എംബസി ഓർഗനൈസ് ചെയ്ത ഈ ഒരു ഇവൻറ്റിന് എംബസിയോടും ഇവിടെ വന്ന ഇന്ത്യക്കാരോടും എല്ലാം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ വിഷസ്. We are really happy to be a part of the Indian Independence Day celebrations organized by the Embassy of India. We are all proud to be Indians in a country like Oman. Thank you. ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നിരുന്നു. ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിൽ അംബാസിഡർ GV ശ്രീനിവാസ് വിശിഷ്ടാതിഥിയായി. ഇന്ത്യൻ സ്കൂൾ ഒമാനിലെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ, നീലം ഗോദവർത്തി എന്നിവർ പങ്കെടുത്തു. അംബാസിഡർ മാർച്ച് പാസ്റ്റ് പരിശോധിച്ചു. കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ, മസ്കറ്റിലെ വിവിധ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ മാർച്ച് പാസ്റ്റിൽ അണിനിരുന്നു. പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള രാജ്യത്തിന്റെ ദർശനം ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രപതിയുടെ സന്ദേശത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ മുഖ്യാതിഥി വായിച്ചു. വിദ്യാർത്ഥികളുടെ അച്ചടക്കവും ഐക്യവും പ്രകടമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ചിത്രീകരിക്കുന്ന ആകർഷകമായ നാടക രേഖാചിത്രവും സ്കൂൾ ഗായക സംഘം അവതരിപ്പിച്ച ഏക് ഹേ ഭാരത് എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചു. മേരാ ഭാരത് മഹാൻ എന്ന പേരിൽ ഒരു ഊർജ്ജസ്വലമായ നൃത്തപരിപാടിയും നടന്നു.
ഇന്ത്യൻ സ്കൂൾ ബോർഡ് അംഗങ്ങൾ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികൾ, രക്ഷകർത്താക്കൾ എന്നിവർ പരിപാടിയുടെ ഭാഗമായി. ഇന്ത്യയുടെ ശോഭനമായ ഭാവിയെ വിലമതിക്കാനും സംഭാവന ചെയ്യാനും എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനമായിരുന്നു സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ.